ഇനി അല്പസമയം ഗുഡ് മോർണിംഗ് കേരളം വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് മനുവും ഒപ്പം തന്നെ അനൂപ് കെആറും ഉണ്ട്. ഇന്ന് അവിടെ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ കുറച്ച് സമയം പോകുന്നതിനൊരു പ്രത്യേകതയുമുണ്ട്. അവിടെ താൽക്കാലിക പുനരധിവാസം ഏറെക്കുറെ പൂർണ്ണമായി എന്ന് തന്നെ പറയാം. മേപ്പാടിയിലെ അവസാന ക്യാമ്പ് പിരിച്ചുവിടുന്നൊരു ദിവസം കൂടിയാണ്. വളരെ വേഗം മനുവിലേക്കും അനൂപിലേക്കും. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. കവി പറഞ്ഞതുപോലെ ഇപ്പോൾ വയനാട്ടിലാണ് നിൽക്കുന്നത്. വയനാട് മേപ്പാടി ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. മേപ്പാടി ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഈ ദുരന്തം പറയൂ കാവ്യ പറയൂ. അല്ല, മനു സംസാരിച്ചോളൂ. ഈ മേപ്പാടിയിലെ ക്യാമ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവസാന ക്യാമ്പുമായി ബന്ധപ്പെട്ട പിരിച്ചുവിടൽ നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. തീർച്ചയായും. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ഈ താൽക്കാലിക പുനരധിവാസം ഏകദേശം പൂർത്തിയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മേപ്പാടിയിലെ ക്യാമ്പ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 6 കുടുംബങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ ഒരു ക്യാമ്പും കൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പാണ്. ആ ക്യാമ്പും കൂടി ഇന്നും നാളെയുമായി പിരിച്ചുവിടും അല്ലേ? ഇന്നത്തോടു കൂടിയിട്ട് മുഴുവൻ ക്യാമ്പുകളും അവിടെ നിന്ന് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകൾ മുഴുവൻ പിരിച്ചുവിടുകയാണ്. അതോടുകൂടി തന്നെ ഈ താൽക്കാലിക പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും 2 ക്യാമ്പും ഇന്ന് പിരിച്ചുവിടും. 2 ക്യാമ്പും ഇനി ആകെപ്പാടെ ഒരു 19, ഇന്നലെ 19 ആയിരുന്നു രാവിലെ. ഇന്നലെ വൈകിട്ടോടുകൂടി പിന്നീട് ഒരു 8 കുടുംബം പോയി. ഇനി ഒരു 2 ക്യാമ്പ്, മേപ്പാടി ക്യാമ്പ് ഇന്ന് പൂർണ്ണമായിട്ടും മാറ്റും. പിന്നെ ഇതിന് മേപ്പാടി ക്യാമ്പിന് തൊട്ട് സമയത്തുള്ള മേപ്പാടി ഒരു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളുണ്ട്. അവിടെ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാമ്പും ഇന്ന് വൈകിട്ടോടുകൂടി അവിടെ നിന്ന് ആളുകളെ താൽക്കാലിക പുനരധിവാസം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓഗസ്റ്റ് 30 മുമ്പ് താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 23 വരുമ്പോൾ തന്നെ ഏകദേശം ക്യാമ്പുകൾ പിരിച്ചുവിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. താൽക്കാലിക പുനരധിവാസം ഏകദേശം പൂർത്തിയാകാൻ പോകുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതായത് പറഞ്ഞതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ ഞങ്ങൾ രാവിലെ റവന്യൂ മിനിസ്റ്ററോട് സംസാരിക്കുമ്പോൾ ഇന്നലെ 19 കുടുംബങ്ങളായിരുന്നു ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. അത് വൈകുന്നേരത്തോടുകൂടി 16 കുടുംബങ്ങളായി മാറി. അതിനുശേഷം ഇന്നിപ്പോൾ മേപ്പാടി ക്യാമ്പ് പിരിച്ചുവിടുന്നു. അതിനുശേഷം സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പ് കൂടി പിരിച്ചുവിടുമ്പോൾ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന് വാടക വീടുകൾ, മറ്റൊന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അടക്കം എടുത്തുകൊണ്ടാണ് ഈ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് അവർ അനുഭവിച്ച വേദനയ്ക്കോ അവരുടെ നഷ്ടങ്ങൾക്കോ ഒന്നും പകരം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും അവർക്കൊരു ആശ്വാസം നൽകാൻ നമുക്ക് കഴിയുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഈ ആദ്യഘട്ടത്തിൽ ക്യാമ്പുകൾ വെറുതെ പിരിച്ചുവിടുകയല്ല ചെയ്യുന്നത് കാവ്യ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് നമുക്ക് എല്ലാവരും ഉടുത്തിരുന്ന വസ്ത്രത്തോടു കൂടി ഈ ക്യാമ്പുകളിലേക്ക് വന്ന മനുഷ്യരാണ്. അവർക്കൊരു പുതിയ ജീവിതം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഈ ക്യാമ്പുകളിൽ നിന്ന് അവരെ താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ടത് അവിടെ അടുക്കള സാധനങ്ങൾ, അതായത് ഗ്യാസ് സ്റ്റൗ മുതൽ മറ്റ് പാത്രങ്ങളടക്കം ഒപ്പം തന്നെ ഫുഡ് കിറ്റുകളടക്കം 3 മാസത്തേക്ക് നൽകിയിരിക്കുന്നു. അതുകൂടാതെ കിടക്കാനുള്ള കട്ടിൽ, ബെഡ്, പുതപ്പുകൾ, തലവണ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരിക്കുന്നു. അലമാരകൾ, മേശകൾ, കസേരകൾ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നൽകിക്കൊണ്ടാണ് അവരെ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നൽകിക്കൊണ്ടാണ് ക്യാമ്പുകളിൽ നിന്ന് അവരെ താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നത്. ഇത് ഈ ക്യാമ്പുകളിൽ നിന്ന് മാറ്റുന്നതോടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അവർക്ക് പിന്നീട് എന്ത് പ്രശ്നമുണ്ടായാലും വിളിക്കാനായിട്ട് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്ര കുടുംബങ്ങൾക്ക് ഓരോ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിക്കൊണ്ട് ആ രീതിയിൽ അതിൻ്റെ ഫോളോ അപ്പുകൾ തുടർച്ചയായി നടത്തുന്നു. മാത്രമല്ല, ഈ വലിയ ദുരന്തം മുന്നിൽ കണ്ട ആളുകളാണ്, കുട്ടികളടക്കമുള്ളവരുണ്ട്. അവർക്ക് അവരുടെ മാനസികമായ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ ആ രീതിയിലാണ് ക്യാമ്പുകളുടെ ഒരു തുടർച്ച, ഈ പുനരധിവാസത്തിൻ്റെ തുടർച്ച സർക്കാർ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായ സ്ഥിരമായ പുനരധിവാസ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ജോൺ മത്തായി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലങ്ങളൊക്കെ സർക്കാർ ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ അതിന്റെ പേരുകൾ നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ വിശദമായ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്ഥിരമായിട്ടുള്ള പുനരധിവാസ നടപടികളിലേക്കും വളരെ വേഗത്തിൽ കടക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെയും കൈവിടുന്നില്ല. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കാര്യങ്ങളുമായി സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഈ രാവിലെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാടിന്റെ കാലാവസ്ഥ പൊതുവെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം
ദിവസങ്ങളായിട്ട് ഏകദേശം ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ വേഗത്തിൽ പെയ്യുന്നു, വേഗത്തിൽ മാറുന്നു, വെയിൽ വരുന്നു, കോട ഇറങ്ങുന്നു, അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തെരച്ചിൽ നടപടികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത. അതായത് ഈ ചൂരൽമല, മുണ്ടക്കൈ, ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം അടക്കമുള്ള സ്ഥലങ്ങൾ, ഒപ്പം ചാലിയാറിന്റെ പ്രദേശങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. NDRFിന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ സേനാംഗങ്ങൾ ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ നിൽക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ആളുകൾക്ക് ഒരു പ്രദേശത്ത് ഇനിയും തെരച്ചിൽ നടത്തണം, അവിടെ ഒരുപക്ഷെ മനുഷ്യരെ ഈ മണ്ണിനടിയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാം എന്നൊരു സംശയമുണ്ടെങ്കിൽ അത് കൃത്യമായി അറിയിച്ചാൽ ഫോഴ്സിനെ വിട്ടുകൊണ്ട് തന്നെ ഈ പറയുന്ന സംശയം ഉന്നയിക്കുന്ന ആളുകളെയും കൂട്ടിക്കൊണ്ടുപോയി ആ തെരച്ചിൽ നടപടികൾക്ക് സർക്കാർ സംവിധാനങ്ങൾ നിൽക്കുന്നു എന്നതും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ വിധത്തിലും നമുക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിന്റെ തുടർച്ചയിലേക്ക് പോകുമ്പോൾ ഈ പുനരധിവാസം കൃത്യമായ രീതിയിൽ നടത്തുന്നു എന്നതിനുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോകുക. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കും. പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ക്യാമ്പുകൾ പിരിച്ചുവിടുന്നതും താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുന്നതുമായ കാര്യങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്.